ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു സ്മൂത്തിയാണ്. അപ്പോൾ റാഗി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാഗിയൊക്കെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് റാഗി. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ റാഗിൻ്റെ സീഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിട്ട് നമുക്ക് നല്ലപോലെ അരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് റാഗിപ്പൊടി എടുക്കാം. ഇത് സാധാരണ ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കൂടുതലായിട്ട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതൊന്ന് മിക്സാക്കി എടുക്കാനുള്ള വെള്ളം മാത്രം, ഏകദേശം 1/2 കപ്പ് മാത്രം മതി. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ബ്ലഡിൻ്റെ അളവൊക്കെ കുറവുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനും പിന്നെ എപ്പോഴും ക്ഷീണമൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ റാഗി കുറുക്കുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുക്കുക കേട്ടോ, അതായത് കറുവപ്പട്ട. ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക് കിട്ടുന്നത്. ഇനി നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലപോലെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ കട്ടായിട്ടിരിക്കും. സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ റാഗിയുടെ ഒരു പച്ചച്ചവണ്ട്, അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ടെങ്കിൽ അത് പോയി കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറുവപ്പട്ട ചേർത്തിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നമ്മളിതിൽ പാലൊന്നും ചേർക്കാത്ത കാരണം തന്നെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഇത്ര മതി കേട്ടോ. നമുക്കിനി ഓഫാക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിതിൽ കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു പീസ് എടുത്ത് മാറ്റാം. ഇത് കുറുക്ക് പോലെ ആക്കിയിട്ടില്ല കേട്ടോ, അത്ര ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ആ ഒരു കറുവപ്പട്ടൻ്റെ പീസൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ റാഗിയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ റാഗിയുടെ മിക്സ് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ദിവസം ഇല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണ് ഫ്രൂട്ട്സ് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി, ഒരു 4-5 കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ചിക്കുവാണ്, അതായത് സപ്പോട്ട, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലൊന്നും ചേർക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ അത്യാവശ്യം മധുരമുള്ളതാണ്. ഇപ്പോൾ അത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പപ്പായൊക്കെ കിട്ടുകയാണെങ്കിൽ പപ്പായൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ നമ്മുടെ റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചേർക്കാം. നട്ട്സ് ആണെങ്കിൽ ബദാമോ പിസ്ത അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ അത് നമുക്ക് ചേർക്കാം. ഒരാഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇത് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൽ തേനും പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടില്ല. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതായത് ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. ഷുഗർ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈത്തപ്പഴം ഒഴിവാക്കണം കേട്ടോ. അതുപോലെ തന്നെ നിയന്ത്രിച്ച് പോകുന്നവരൊക്കെ ആണെങ്കിൽ 1-2 ചേർത്താൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.